ഫെബ്രുവരി 9-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്. RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തത് ഇന്ത്യൻ എക്കണോമിയുടെ ബൂസ്റ്റിനെ സഹായിക്കുമെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ആർ ഗവൺമെന്റുമായിട്ട് സിങ്കിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റേറ്റ് കട്ട് വന്നതെന്നും ഇത് ഇന്ത്യൻ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്നുമാണ് ഈ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളറിയാം നമ്മുടെ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബജറ്റിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പ്രൊപ്പോസൽസ് ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടായിരുന്നു. അതായത് 12 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ല എന്നുള്ള ഒരു പ്രൊവിഷൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുവഴി ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ കാശ് ഉണ്ടാവും എന്നറിയാം. രണ്ടാമത്തത് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൾ വഴി ഇൻട്രസ്റ്റ് റേറ്റ് അതായത് റിപ്പോ റേറ്റ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കുറച്ചു എന്നുള്ള വാർത്ത നമ്മൾ 6.25% കുറച്ചു 6.5% നിന്ന് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവ രണ്ടും ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തിനെ റിവൈവ് ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്ററി പുഷ് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും വന്നു. അപ്പോൾ ഇത് രണ്ടും ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കൺസംഷൻ വർദ്ധിക്കും. കാരണം ആൾക്കാരുടെ കൈകളിൽ പൈസ വന്നു. അവർ ഈ പൈസ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമെന്നും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് കൺസംഷൻ വർദ്ധിക്കുമ്പോൾ അത് ഗ്രോത്തിനെ സഹായിക്കും. കാരണം സാധനങ്ങൾ ആൾക്കാർ വാങ്ങുമ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ രാജ്യത്തെ എക്കണോമിയുടെ ഗ്രോത്തിന് സഹായിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, കാരണം ആൾക്കാരുടെ കയ്യിൽ സേവിങ്സ് വർദ്ധിക്കുന്ന സമയത്ത് അത് ഇൻവെസ്റ്റ്മെന്റുകളായി മാറും. അപ്പോൾ ഇതുവഴി ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് വരും എന്നുള്ള കാര്യം ഫിനാൻസ് മിനിസ്റ്റർ പ്രതീക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ലീഡേഴ്സിനൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഈ ഒരു വിഷയവുമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കൺസ്യൂമർ ഗുഡ്സിന്റെ ഒക്കെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിനെയാണ് FMCG എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ സോപ്പ്, ചീപ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന അതിനെയാണ് FMCG എന്ന് പറയുന്നത്. ഇതിന്റെ ഡിമാൻഡ് വർദ്ധിക്കും എന്നൊക്കെയാണ് കരുതുന്നത്. കാരണം ആൾക്കാരുടെ കയ്യിൽ പൈസ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പല ഇൻഡസ്ട്രീസും ഓൾറെഡി അവർ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. കൂടുതൽ കൺസംഷൻ ഉണ്ടാവും എന്നും അതിനനുസരിച്ച് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ട് ഫ്യൂച്ചറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു കൺസംഷൻ ഡ്രിവൺ സൈക്കിൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊന്ന് ടാക്സ് ഒഴിവാക്കി, ഇൻകം ടാക്സ് ഒഴിവാക്കിയതും അതുപോലെ തന്നെ റിപ്പോ റേറ്റ് കട്ട് ചെയ്തതും എല്ലാം തന്നെ എവിടെ ആൾക്കാരുടെ കൈകളിലേക്ക് കൂടുതൽ പൈസ എത്തിക്കും. ഇത് കുറച്ചുകൂടി കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കണോമിക് സൈക്കിൾ കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ RBIയും ഗവൺമെന്റും തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും. ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ RBI റിപ്പോ റേറ്റ് കട്ട് ചെയ്തുകൊണ്ട് രണ്ടുപേരും കമ്പൈൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നതായിട്ടുള്ളത്. പുതിയ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ഫിനാൻസ് മിനിസ്റ്റർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പോളിസികളാണ്. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നതായിട്ടുള്ളത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് RBIയുടെ പോളിസിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പോളിസിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇതിന് രണ്ടിനും നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവ രണ്ടും ചേർന്നുകൊണ്ട് ഒന്നിച്ചു പോകുമ്പോൾ അതിന്റെ ഒപ്റ്റിമം എക്കണോമിക് ഔട്ട്കം ഉണ്ടാക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ RBIയുടെ ചില വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിനെ കുറിച്ച് ഒന്ന് ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട കൺസേൺ ആണ്. RBI ഗവർണർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഇൻഫ്ലേഷണറി പ്രഷേഴ്സിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രീസിയേഷനും ഇൻഫ്ലേഷന്റെ ഒരു പ്രഷറിന് കാരണമായിട്ടുണ്ട്. കാരണം RBIയുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യൻ റുപ്പി 5% വീഴുകയാണെങ്കിൽ അത് ഏകദേശം 0.3 to 0.35% ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കും എന്നാണ് RBIയുടെ കണക്കുള്ളത്. അതായത് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുമ്പോൾ ഇമ്പോർട്ട്സ് കോസ്റ്റ്ലി ആയിട്ട് മാറും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ വേണ്ടി കാരണമാകുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലേഷനെയും ഒക്കെ ബാധിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് കാരണം ഡിപ്രിസിയേഷൻ, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യത്തെ ബാധിക്കുന്ന ഇന്ത്യൻ എക്കണോമി വീക്ക് ആയതുകൊണ്ട് മാത്രമല്ല, ഇത്തരത്തിലുള്ള ട്രംപിന്റെ പ്രഖ്യാപനങ്ങളൊക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ കുറച്ചു ഇതൊരു ഷോർട്ട് ടേം അൺസ്റ്റെബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം വോളറ്റിലിറ്റി ആണ് എന്നാണ് കരുതുന്നത്. സ്റ്റെബിലൈസ് ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്റർനാഷണൽ താരിഫ് അനൗൺസ്മെന്റുകൾ മറ്റുമൊക്കെ ഉണ്ടാവുമ്പോൾ സബ്സിഡി ഒക്കെയുള്ള പ്രൊഡക്റ്റുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ
ഡെവലപ്പ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ആയി പോകും എന്നുമാണ് ഓതർ ഫിനാൻസ് മിനിസ്റ്ററും RBI ഗവർണറും ഒക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് കൊടുത്തുക. അടുത്തൊരു വാർത്തയാണ് നമ്മൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അതായത് ബാക്ടീരിയ നമ്മൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധ ശേഷി നൽകുകയും നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് ബാക്ടീരിയനെ കൊല്ലാതിരിക്കുന്ന സാഹചര്യമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നത്. പക്ഷെ ആക്ച്വലി എങ്ങനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ബാക്ടീരിയക്ക് എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് AMR ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരുന്നത്? ഇത് ആക്ച്വലി നമ്മൾ ഒരുപാട് ആന്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ബാക്ടീരിയയും മറ്റ് ഓർഗാനിസത്തിനൊക്കെ ഈ ഒരു റെസിസ്റ്റൻസ് വരുന്നതായിട്ടുള്ളത്. 2021 1.2 മില്യൺ ആൾക്കാർ, 12 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണം ലോകത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റൽസിലും ഈ ഒരു ആന്റി മൈക്രോബിയൽ ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ കാരണം 13% മോർട്ടാലിറ്റി റേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മേഖലയിൽ പുതിയ പുതിയ ആന്റിബയോട്ടിക്കുകളെ കണ്ടെത്തുന്ന മേഖലയിൽ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയാസിന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് വന്നിട്ട് നമ്മുടെ ഹ്യൂമൻ സെൽസിനെ, മനുഷ്യന്റെ സെൽസിനെ ഒന്നും ഡാമേജ് ചെയ്യില്ല, ബാക്ടീരിയനെ മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ വേണം, ഇതാണ് ബാക്ടീരിയ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ യുണീക്ക് ആയിട്ടുള്ള സെൽ വാൾ. ബാക്ടീരിയയുടെ സെൽ വാൾ വളരെ യുണീക്ക് ആണ്. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമൻ സെൽസിൽ ഇല്ലാത്ത ഈ ഒരു പെപ്റ്റിഡോ ഗ്ലൈക്കാൻ വെച്ചിട്ടാണ് ബാക്ടീരിയൽ സെൽസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് എന്താ ചെയ്യുക, നേരെ പോയിട്ട് പെപ്റ്റിഡോ ഗ്ലൈക്കാനുമായിട്ട് അറ്റാച്ച് ചെയ്യുകയും ആ പെപ്റ്റിഡോ ഗ്ലൈക്കാനെ ബാധിക്കുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു യുണീക്ക് സ്ട്രക്ചർ ആണ്, ഈ ഒരു പെപ്റ്റിഡോ ഗ്ലൈക്കാൻ സ്ട്രക്ചർ ആണ് ഈ ബാക്ടീരിയനെ നമുക്ക് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് അത് പ്രധാനമായിട്ടും ഈ പെപ്റ്റിഡോ ഗ്ലൈക്കനുമായിട്ട് പോയി ഇന്റർഫെർ ചെയ്യും, അതിനെ വീക്കൻ ചെയ്യും, സെൽ വാൾ ഡാമേജ് ചെയ്യും, എന്നിട്ടാണ് ബാക്ടീരിയയെ കൊല്ലുന്നതെന്ന് കൂടി ഓർത്ത് വെക്കണം. ഇനി ബാക്ടീരിയൽ റെസിസ്റ്റൻസ് മെക്കാനിസം അല്ലെങ്കിൽ ബാക്ടീരിയക്ക് എങ്ങനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ ഇവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വരുന്ന പെൻസിലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻസൈംസിനെ ഇത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. പെൻസിലിനേസ് തുടങ്ങിയിട്ടുള്ള എൻസൈംസിനെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആന്റിബയോട്ടിക് വരുമ്പോൾ അതിലുള്ള പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ആന്റിബയോട്ടിക്കിന്റെ ടാർഗറ്റ് സൈറ്റുകളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ബാക്ടീരിയക്ക് പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ബാക്ടീരിയയുടെ സെൽ ഡിവിഷനും വോൾ സിന്തസിസും ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ സ്വാധീനിക്കുന്നതായിട്ടുള്ളത്. വളരെ വേഗത്തിലാണ് സെൽ ഡിവിഷൻ നടക്കുന്നതെങ്കിൽ, വളരെ വേഗത്തിലാണ് വോൾ സിന്തസിസ് നടക്കുന്നെങ്കിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സെല്ലുകളെ സെൽ വാളും ഒക്കെ ആഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ എൻഡോ പെപ്റ്റിഡേസസ്, ലിറ്റിക് ട്രാൻസ്ഗ്ലൈക്കോസിസ് എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെയാണ് ഈ ഒരു സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തുക. ഇതിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയൽ ആക്ടിവിറ്റിനെ ഇനാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോസിൽ ഫ്യൂൽസ് എന്നൊക്കെയുള്ള കാർബൺ എമിഷനെ കുറിച്ച് സാധാരണ പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും കാർബൺ എമിഷൻ ഉണ്ടാവുന്നത് ഇത് ഫോസിൽ ഫ്യൂൽസ് കത്തിച്ചതിനേക്കാൾ എത്രയോ മടങ്ങാണ് കൂടുതലാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഈ ഒരു നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുമ്പോൾ പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആവുകയും പെട്ടെന്ന് വെറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു കാർബൺ എമിഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് സ്റ്റഡീസിൽ വരുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് വാർത്ത എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഭൂമിയിൽ മണ്ണിലൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, മൈക്രോബ്സ് എന്ന് വിളിക്കാം. അവ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓർഗാനിക് മാറ്ററിനെ, ജൈവിക ഘടകങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ന് കൂടി ഓർത്ത് വെക്കണം. ഇത് നമ്മൾ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ കത്തിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. മനുഷ്യന്മാർ മൊത്തത്തിൽ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് ഇത്തരത്തിലുള്ള സോയിൽ. അപ്പോൾ സോയിലിന്റെ ഹെൽത്ത് കൃത്യമായിട്ട് കീപ്പ് ചെയ്തില്ല എങ്കിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഇതിനെ എക്സാബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്ന് കുറെ കാലം മഴയില്ലാതിരിക്കുന്നു എന്നുള്ളത് മണ്ണ് ഡ്രൈ ആയി പോകാനും മണ്ണ് പെട്ടെന്ന് വെറ്റ് ആയി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സോയിലിന്റെ ഡ്രൈയിങ് റീവെറ്റിംഗ് സൈക്കിൾസ് വളരെ സ്പീഡിൽ നടക്കുന്ന സമയത്ത് അത് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു എന്നാണ് ഇവിടെ
ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മണ്ണ് സോയില് ഡ്രൈ ചെയ്യുകയും അതായത് ഉണങ്ങിപ്പോവുകയും പിന്നീട് അത് മഴ വന്ന് വെറ്റ് ചെയ്യുകയും ചെയ്യുന്ന സൈക്കിൾസ് 1.3 to 3.7 ടൈംസ് CO2 സോയിലിന് സാധാരണ സോയിലിന് പോരുന്നതിനേക്കാൾ കൂടുതൽ സോയില് വരുന്നതിന് കാരണമാകുമെന്ന് ഓർത്തുക. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ആണ് കാണിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ റെയിൻഫോൾ പാറ്റേണിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡ്രൈ കണ്ടീഷൻസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള മഴ എന്നൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഇത് വീണ്ടും ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിലൊക്കെയാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് മഴയുടെ അളവിലും മറ്റുമൊക്കെ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവാനും പെട്ടെന്ന് വെറ്റ് ചെയ്യാനും ഒക്കെ കാരണമാവുന്നുണ്ട്. ഇത് കൂടുതൽ CO2 അന്തരീക്ഷത്തിലേക്ക് തള്ളും. ഇത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോൾ സോയിലിന്റെ ഹെൽത്തിനെ കീപ്പ് ചെയ്യുക, സോയിലിനെ ഇത്തരത്തിലുള്ള റിലീസ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കൂടുതൽ CO2 അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടുതൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും എന്നുകൂടി ഓർത്ത് വെക്കുക. അതായത് കൃത്യമായിട്ടുള്ള സോയിൽ മാനേജ്മെന്റ് പ്രാക്ടീസുകൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പറയുന്നുള്ളത്. അശാസ്ത്രീയമായിട്ട് സോയിലിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് ഓർത്തുക. അപ്പോൾ സോയിൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാർബൺ റിലീസിനെ മിനിമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടതായിട്ട്. കാരണം നമ്മൾ ഇന്ന് നോക്കിയതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വലിയൊരു സോഴ്സ് ആയിട്ട് മണ്ണ് അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സലമാൻഡർ എന്ന് പറയുന്ന ജീവിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു സലമാൻഡർ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പൊ സലമാൻഡർ എന്ന് പറയുന്നതായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ജീവിയാണ്. ഈ ഒരു ജീവിയാണ് സലമാൻഡർ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് വാണ്ടറിങ് ജീവി. ഇതിനെ റെഡ്വുഡ് കനോപ്പിയിലൂടെ ഗ്ലൈഡ് ചെയ്യും, മരങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നത് ഒരു സൈഡിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ടെക്നിക്കലി അൺനോൺ ആയിരുന്നു. അപ്പോൾ പുതിയൊരു സ്റ്റഡിയിൽ പറയുന്നത് വെച്ചാൽ ഇവയുടെ ടോസ് കാലുകൾ എന്ന് പറയുന്നത് ബ്ലഡ് പവേർഡ് ആണ്. ഇതാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാനും ട്രാപ്പ് ചെയ്യാനും ഡ്രെയിൻ ചെയ്യാനും അതിന്റെ രക്ത ഓട്ടത്തെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജീവിക്ക് പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു കാലുകളിലേക്കുള്ള രക്തയോട്ടത്തെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതിന് ഇത്തരത്തിലുള്ള എബിലിറ്റീസ് പറ്റുന്നതെന്നാണ്. അപ്പൊ ഈ ഒരു കൺട്രോൾ വഴി ഡിഫറെന്റ് പ്രഷേഴ്സ് ആണ് ഡിഫറെന്റ് ഏരിയയിൽ ഉണ്ടാവുക. അത് വെച്ചിട്ട് അതിന് ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ അൺഈവൻ സർഫസ് ആയിട്ടുള്ള മരത്തോലി പോലുള്ള അൺഈവൻ സർഫസിലും ഗ്രിപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ കാലുകളിലേക്ക് ബ്ലഡ് റഷ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോസിന് എന്ത് ചെയ്യാൻ പറ്റും, ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇൻ കേസ് സ്ലൈറ്റ്ലി ടോപ്പ് ടിപ്പ് ഇൻഫ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോണ്ടാക്ട് ഏരിയ മിനിമൈസ് ചെയ്യും. അതുവഴി വളരെ വേഗത്തിൽ റിലീസ് ചെയ്ത് പോകാൻ പറ്റും എന്ന് ഓർത്ത്. അപ്പൊ സലമാൻഡറിനെ കാണുമ്പോൾ നമ്മൾ ഒരു പല്ലിയെ പോലെ തോന്നുമെങ്കിലും ഇതൊരു ആംഫീബിയൻ ജീവിയാണെന്ന് ഓർത്തു. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ ഇതിന് ലിസാർഡ് ലൈക്ക്, അതായത് ഒരു പല്ലിയെ പോലുള്ള അപ്പിയറൻസ് ആണുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. സ്ലെൻഡർ ആയിട്ടുള്ള ബോഡി, ബ്ലണ്ട് ആയിട്ടുള്ള സ്നൗട്ട്, ഷോർട്ട് ആയിട്ടുള്ള ലിംബുകളൊക്കെ ആണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇതിനെ ലാർവ സ്റ്റേജിലും അഡൾട്ട് സ്റ്റേജിലും ഇതിനൊരു വാലുകൾ കാണും എന്നുള്ളതാണ് സലമാൻഡേഴ്സിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. ഇതൊരു ആംഫീബിയൻ കാറ്റഗറി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ. പക്ഷേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ചിട്ടൊക്കെയാണ് ബജറ്റിലൊക്കെ ഡിസ്കഷൻ ഉണ്ടായത്. അപ്പൊ എന്താണ് ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളൊക്കെ ഇന്ത്യൻ എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 2024-25 ഡിസംബർ ക്വാർട്ടറിലൊക്കെ വളരെ മോശമായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് എന്ന് ഓർക്കുക. ഇന്ത്യയിൽ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നുണ്ട്. കാരണം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു എന്നുള്ളത് 1.4% കുറയുന്നു എന്നുള്ളത് കൺസേൺ തന്നെയാണ്. അപ്പൊ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും എക്കണോമിക് ഗ്രോത്തിനും വളരെ അത്യാവശ്യമാണ്. അതായത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ കാണാറുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കാൻ തന്നെ. ഇപ്പൊ ഗവൺമെന്റ് ടാക്സ് ബ്രേക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ വരുന്നു. ഇത് നമ്മുടെ എക്കണോമിയിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് പുതിയ ബിസിനസ്സുകളും മറ്റുമൊക്കെ ആയിട്ട് വരും എന്നാണ് കരുതുന്നത്. ഇത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ കയ്യിലും ഈ ഒരു എമൗണ്ട് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഐറ്റംസ് വാങ്ങാൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി തുടങ്ങും. കൺസംഷൻ വർദ്ധിക്കുമ്പോൾ ഈ ഒരു ഡിമാൻഡ് വർദ്ധിക്കും. ആ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
നമ്മൾ നേരത്തെ കരുതിയിരിക്കുന്നത് വെച്ചാൽ സേവിങ്സ് റേറ്റിനനുസരിച്ചാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ സേവിങ്സ് റേറ്റിനനുസരിച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ ഡെവലപ്പ് ആവുന്നില്ല എന്നുള്ള ഒരു അലാമിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് നിർത്തുക. ഇത് വളരെയധികം ലിങ്ക് ചെയ്തിട്ടുള്ളത് ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്തുമായിട്ടാണ്. ബാങ്കുകളിൽ നിന്ന് കടം കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളതിനനുസരിച്ചായിരിക്കും. ഇൻ കേസ് ബാങ്കുകൾ നന്നായിട്ട് കടം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും വർദ്ധിക്കും എന്ന് കൂടി ഓർത്തുക. കാരണം ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ആൾക്കാർ പുതിയ ബിസിനസ്സുകളും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉള്ള പീരീഡിൽ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എക്കണോമി ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത്, എക്കണോമി വീക്കൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്ലോ ഡൗൺ ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഡിമാൻഡ് ആണ്. ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും, പുതിയ ഫാക്ടറി, പുതിയ മെഷീനറീസ് ഒക്കെ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ടാക്സ് കട്ട് തീർച്ചയായിട്ടും കൺസ്യൂമർ സ്പെൻഡിങ് വർദ്ധിപ്പിക്കുമെന്നും ഇത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുമാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് ഗവൺമെന്റിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ പോളിസി അൺസർട്ടനിറ്റി, അതായത് ഗവൺമെന്റിന്റെ രീതികൾ അല്ലെങ്കിൽ നയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമെങ്കിൽ ഇവിടെ ബിസിനസ് തുടങ്ങാൻ ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഗവൺമെന്റ് ഇന്ന് തുടങ്ങിക്കോ പറയും, നാളെ പൂട്ടിക്കോ എന്ന് പറയും. അപ്പോൾ ഗവൺമെന്റിന്റെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർട്ടൈൻ ആയിട്ടുള്ള പോളിസികളാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാൻ പറ്റും. മറ്റൊന്നാണ് എക്കണോമിക് റീഫോംസിന്റെ സ്ലോ ഡൗൺ ആണ് മറ്റൊരു കാരണം. ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളായിട്ടുള്ളത്. അതിനു പകരം അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അടുത്തത്, ഈ ഒരു ഫ്രീ ബീസും വെൽഫെയർ സ്കീംസും ഒന്നാണോ അല്ല രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ് ഓതേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ഷൻസ് നടക്കുമ്പോൾ പലപ്പോഴും വെൽഫെയർ സ്കീംസും ഫ്രീ ബീസും ഒന്നും മനസ്സിലാക്കാൻ പറ്റാറില്ല. എല്ലാം വെൽഫെയർ സ്കീംസ് ആയിട്ടാണ് കൊണ്ടുവരുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഈ ഒരു വെൽഫെയർ സ്കീംസും ഈ ഒരു ഫ്രീ ബീസും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വിവിധ പാർട്ടികൾ എപ്പോഴും ഇലക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ഫ്രീ ബീസോ സബ്സിഡീസോ ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഡൽഹി ഇലക്ഷനിൽ സ്ത്രീകൾക്ക് മന്ത്ലി പൈസ കൊടുക്കുന്നു, LPG സബ്സിഡൈസ് ആയിട്ട് നൽകുന്നു, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് നൽകും എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വെൽഫെയർ ഓറിയന്റഡ് ആണോ അല്ല ഫ്രീ ബീസ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഡിബേറ്റ് ഉണ്ട്. ബിക്കോസ് എന്താണ് ഫ്രീ ബി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുകൂടി ഓർത്തുക. ചില ആൾക്കാർ ഇതിനെ ബ്രൈബറി ആയിട്ട് പറയാറുണ്ട്, ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഖ്യാപനങ്ങൾ നൽകി സ്വാധീനിക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. അതേസമയത്ത് ചില ആൾക്കാർ ഇതിനെ വെൽഫെയർ മെഷേഴ്സ് ആയിട്ടാണ് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. LPG എല്ലാവരും LPG ഗ്യാസിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സിഡൈസ് LPG കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് അലവൻസ് കൊടുക്കുന്നത് അവരുടെ എക്കണോമിക് കോൺട്രിബ്യൂഷനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത വാദങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ ബി ആണോ വെൽഫെയർ ആണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഓർത്ത് വെക്കാം. ഉദാഹരണത്തിന് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ഒരുപാട് വെൽഫെയർ സ്കീംസ് ഉണ്ടായിരുന്നു. മിഡ് ഡേ മീൽ സ്കീം, കുട്ടികൾക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു, പോഷൻ അഭിയാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ലീഗൽ എൻടൈറ്റിൽമെന്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പോർഷൻ ഓഫ് പോപ്പുലേഷന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു വെൽഫെയർ സ്കീംസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ സ്ത്രീകൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ നൽകുവാണ്, ഓരോ മാസവും സ്ത്രീകൾക്ക് പൈസ കൊടുക്കുവാണെങ്കിൽ അത് സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ചെയ്യും, അവരെ എംപവർ ചെയ്യും, അവർക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ തടയാൻ പറ്റും, അവർ എക്കണോമിക്കലി കുറച്ചുകൂടി എംപവേർഡ് ആയി മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ വെൽഫെയർ എന്ന് പറയുന്നത് ആൾക്കാരുടെ capabilities ഫ്രീഡത്തെയും എൻഹാൻസ് ചെയ്യും എന്നുള്ള അമർത്യ സെന്നിന്റെ അപ്രോച്ചുമായിട്ട് മാച്ചിങ് ആണ് ഫ്രീ ബീസ് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറഞ്ഞ ഒരു വെൽഫെയർ സ്കീമാണ്. പക്ഷേ കാഷ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്റ്റിമുലേറ്റിംഗ് സ്പെൻഡിങ് ആണ്. അത് ആക്ച്വലി എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള പോളിസി മാത്രമാണെന്ന് ഓർത്ത് വെക്കണം തന്നെ. ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കൺസേൺ ആണ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ ക്രിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫ്രീ ബീസിനെ കൊണ്ട് പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുക. ഈ ഒരു ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന നികുതിയെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. RBI ഈ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളും സബ്സിഡി വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ രാധിക പാണ്ഡെ പോലുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് വെച്ചാൽ ഫ്രീ ബീസ് എന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഗവൺമെന്റിന്റെ റവന്യൂ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും എന്നുള്ളത്. ഇത് പിന്നീട് ഗവൺമെന്റ് കൂടുതൽ നികുതി മിഡിൽ ക്ലാസിന്റെ മേലെ ചുമത്തേണ്ട സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹിയുടെ ഡിക്ലൈനിങ് റവന്യൂ സർപ്ലസ് ഒരു ഉദാഹരണമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ
ജുഡീഷ്യറിയിലും കോടതിയിലും ചാലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഫ്രീ ബീസിനെ സംബന്ധിച്ച്. പക്ഷേ ഇലക്ടോറൽ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ വിഷയത്തിൽ കോടതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. കാരണം ഇതൊരു ലെജിസ്ലേറ്റീവ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. ഗവൺമെന്റിന് വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്താം, അല്ലാതെ നിലവിൽ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ 2023 നവംബറിന് ശേഷം കാര്യമായിട്ടുള്ള ഹിയറിംഗ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ലീഗൽ എക്സ്പേർട്ട് പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കോടതി ഇന്റർവീൻ ചെയ്യാൻ പാടില്ല. കാരണം അത് സെപ്പറേഷൻ ഓഫ് പവറിന് എഗെയിൻസ്റ്റ് ആണ്. ഇത് ലെജിസ്ലേച്ചറിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് കോമ്പറ്റീറ്റീവ് പോപ്പുലിസത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെജിസ്ലേച്ചറിന് ഇടപെടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പൊ ഇതൊരു വോട്ടേഴ്സും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സും തമ്മിലുള്ള ഒരു വിഷയമായിട്ടും അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കോടതി ഇടപെടേണ്ട വിഷയമില്ല എന്നുമാണ് പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ചബഹാർ പോർട്ട് എന്ന് വെച്ചാൽ ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള പോർട്ടാണ്. ഈ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇറാനെതിരെയുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇറാനിൽ നിർമ്മിച്ചു കൊടുത്ത ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ആണ് വാർത്തകളിൽ വരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ പോർട്ടാണ് ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറാനിലാണ് പണിത് കൊടുത്തിട്ടുള്ളത്. ഇറാൻ വഴി നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് പാകിസ്ഥാനിലെ ലാൻഡ് റൂട്ടുകൾ കറാച്ചി പോർട്ടൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും പോകാനുള്ള ഒരു വഴിയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. പാകിസ്ഥാനിൽ ചൈനയുടെ സപ്പോർട്ടോടെ ഗ്വാദാർ എന്ന് പറയുന്ന പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്വാദാർ പോർട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ചബഹാർ പോർട്ട് പണിയുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പം നേരത്തെ US ഇന്ത്യയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് US ഉം ഇറാനും തമ്മിൽ ബന്ധം വലിയ കുഴപ്പമില്ലായിരുന്നു. ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ നെഗോഷിയേഷൻസ് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് US അഡ്മിനിസ്ട്രേഷൻ ചേഞ്ച് ആവുകയും ഈ ഒരു ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് US അഡ്മിനിസ്ട്രേഷൻ പിൻവലിക്കുകയും ചെയ്തപ്പോൾ ഇറാനും US ഉം തമ്മിലുള്ള ബന്ധം വളരെ മോശമായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അഫ്ഗാൻ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ചബഹാർ പോർട്ട് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഇന്ത്യയോട് ഓക്കെ നിങ്ങൾ ചബഹാർ പോർട്ടുമായിട്ടുള്ള നിർമ്മാണം കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യ വളരെ മെല്ലെ പോർട്ടിന്റെ ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കുക. എന്നാൽ ഇന്ത്യ അതിനുശേഷം ഇറാനുമായിട്ട് 10 വർഷത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ സെൻട്രൽ ഏഷ്യയിലേക്കും റഷ്യയിലേക്കൊക്കെ ട്രേഡ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ ചബഹാർ പോർട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. എന്നാൽ കറന്റ് US അഡ്മിനിസ്ട്രേഷൻ അഫ്ഗാനിസ്ഥാന്റെ മേലെയും മറ്റുമൊക്കെ വാർണിംഗ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്താൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ഇറാന്റെ മേലെ മാക്സിമം പ്രഷർ ഏർപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും ചബഹാർ പോർട്ട് ഇന്ത്യ ഇറാനിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മേലെ ഇന്ത്യയുടെ മേലെ കൺസേൺസ് ഇന്ത്യയുടെ മേലെ സാങ്ഷൻസ് വരുമോ എന്നുള്ളതാണ് സംശയമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ US വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഡൊണാൾഡ് ട്രംപുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഇന്ത്യയുടേതായിട്ടുള്ള റീജിയണൽ അംബിഷൻസ് നോക്കണം, US ന്റെ ഫോറിൻ പോളിസി നോക്കണം. കാരണം ഈ ഒരു പ്രദേശത്തുള്ള ഇവോൾവിംഗ് ആയിട്ടുള്ള ഡൈനാമിക്സ് നോക്കേണ്ടതായിട്ട് ഓർത്തുക. അപ്പോൾ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചബഹാർ പോർട്ട്. പക്ഷെ അതിന്റെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. ബിക്കോസ് US ന്റെ സാങ്ഷൻസും മറ്റുമൊക്കെ വരികയാണെങ്കിൽ ഇഷ്യൂ ആവും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ട്രംപിന്റെ ട്രേഡ് വാർ എങ്ങനെയാണ് വേൾഡ് എക്കണോമിനെ ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ പ്രഖ്യാപനങ്ങളാണ്, അഡീഷണൽ ഇമ്പോസ് ഡ്യൂട്ടി ഒക്കെയാണ്. ഓർത്തു വെക്കുക, ഇത്തരത്തിലുള്ള ട്രേഡ് വാർസ് ലോക എക്കണോമിയെ ഡിസ്റപ്റ്റ് ചെയ്യും, സാധനങ്ങളുടെ വിലയെ ബാധിക്കും. ചൈന അവരുടെ എക്കണോമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ക്രിട്ടിക്കൽ മിനറൽസിന്റെ സപ്ലൈ ഒക്കെ ഷോർട്ടേജ് ആവും എന്ന് ഓർത്തു വെക്കുക. നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക് എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്രയുമാണ് നമുക്ക് ഇന്നേ ദിവസം മനസ്സിലാക്കാനുണ്ടായത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.